വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ് ഇന്നത്തെ റെസിപ്പി. അതിന് 2 ലീഫാണ് എടുത്തിട്ടുള്ളത്. 2 ഐറ്റം ലീഫാണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അതിലേക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്. അത് നമുക്ക് ആവശ്യത്തിന് മതി, എരിവിന് ആവശ്യത്തിന് മതി. അതിന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബാക്കി. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വന്നിട്ട് വഴണ്ടതിന് ശേഷം ഈ ഇലകൾ 2 കറിവേപ്പിലയും മുരിങ്ങയിലയാണ് ഞാനതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുരിങ്ങയിലയും കറിവേപ്പിലയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അത് വെച്ച് നമുക്ക് നല്ലൊരു റൈസ് റെഡിയാക്കാം. ഇപ്പോൾ വെരിക്കോസ് വെയിനിന്, കാലിൻ്റെ വേദനയ്ക്ക് ഒക്കെ ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ ഇത് മുരിങ്ങച്ചീര നിറയെ കഴിക്കാനാണ് പറയണേ. അപ്പോൾ എപ്പോഴും തോരനും അതുമായിട്ട് വയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ മുരിങ്ങച്ചീരയും കറിവേപ്പിലയും പോകെ അതിൽ കുറച്ച് വേറുകടല കൂടെ ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി വറുത്തത് തോലൊക്കെ കളഞ്ഞ് അതിലിട്ടു. അപ്പോൾ ഇതുപോലെ ഈ വറുത്ത ഇതേപോലത്തെ ഒരു കളർ വരുമ്പോൾ അത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കറകറപ്പായിട്ട് അരച്ചെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, ഒരു ചെറുതായിട്ട് തരിതരിപ്പുള്ള പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അതിലേക്ക് ആറുന്നതിന് മുന്നെയോ ആറിയതിന് ശേഷമോ അതിലേക്ക് കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ അല്പം കായവും കൂടെ ഇടാം. കായം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സ്പൂണിന് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ അടുത്തൊരു കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് നെയ്യിലാണ് ഞാൻ ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ചെയ്യാം, വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, ഏതാണ് ഇഷ്ടം. അപ്പോൾ നെയ്യാകുമ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കാറില്ലല്ലോ. മുരിങ്ങച്ചീരയുടെ നെയ്യും കൂടെ ഇടുമ്പോൾ കുറച്ച് നല്ലൊരു വാസന വരും. മുരിങ്ങച്ചീര വതക്കിയിട്ട് അരയ്ക്കുന്നത് അതിൻ്റെ റാ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂണ്, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇടാം. ഇതെല്ലാം ഒന്ന് ചുമന്ന നിറമായതിന് ശേഷം അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുഴുവനായിട്ട് കുറച്ച് വേറുകടല കൂടെ ഇട്ടിട്ടുണ്ട്, കപ്പലണ്ടി. അത് വറുത്തതായതുകൊണ്ട് ഒന്ന് ചൂടായാൽ മതി എണ്ണയിൽ കൂടെ ഇട്ടിട്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുരിങ്ങച്ചീരയുടെ മിക്സ് ഇതിലേക്ക് ഇടാം. ഇത് ഏകദേശം ഒരു പുളിസാദം ചെയ്യണ ഒരു മെത്തേഡാണിത്. ഞാൻ ഈ മുരിങ്ങച്ചീരയുടെ കൂടെ ഒരു ചെറിയൊരു പീസ് പുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പുളിയും കൂടെ ആ കശപ്പും ഒന്ന് മാറിക്കിട്ടും. പുളിയും കൂടെ ഇടും. പുളിയും ഉപ്പും ആ കായവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന്. ഞാനിതിന് ബാസ്മതി റൈസാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സവാള ഇടണം. കാരണം സവാള അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ അതൊരു തരിതരിപ്പായി ഉണ്ടാവും നമുക്ക് കടിച്ച് കഴിക്കാനായിട്ട്. അതിനാണ് അതിലിട്ട് ചെറുതായിട്ട് 2-3 പ്രാവശ്യം ഇളക്കിയാൽ മതി. ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇപ്പോൾ ചോറിടുമ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ എത്ര ചോറാണോ നമ്മളിടുന്നത്, ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയുടെ ചോറാണ് ഇതിലിടാൻ പോണത്. ഒരു കൈപ്പിടി നിറയെ ഉണ്ട് മുരിങ്ങച്ചീര. അതുപോലെ കുറച്ച് ഒരു പിടിയോളം ഉണ്ട് കറിവേപ്പിലയും, രണ്ടും വീട്ടിലുള്ളതാണ്. അതിൻ്റെ അതിൽ അല്പം കായം കൂടെ ഇട്ടിട്ടുണ്ട്, കായപ്പൊടിയാണ് ഇട്ടത്. ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അധികം ചൂട് വേണ്ട, വെന്ത ചോറല്ലേ അത്. എന്നിട്ട് നമുക്ക് ഈ ചോറിനെ അതിലേക്കിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യാം. ചൂടിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ച് നല്ല മിക്സ് ചെയ്ത് അത് കഴിക്കാനെടുക്കാം.
ഭയങ്കര ഹെൽത്തിയാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ചെയ്ത് കഴിച്ചാൽ കൈകാൽ വേദന, മുട്ടുവേദന, വെരിക്കോസ് വെയിൻ ഇതെല്ലാം മാറിക്കിട്ടും. പിന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നത് കൊണ്ട് തലമുടിക്കും നല്ലതാണല്ലോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയാലും ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയി അടുത്ത് വരുന്നതായിരിക്കും. ബായ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ഈ റെസിപ്പി വെൻമിനി കുക്സിൽ യൂട്യൂബ് ചാനലിൽ വിനി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിത് 2 ഇല വെച്ച് ചെയ്തത്.